പ്രിയപ്പെട്ട ദൈവജനമേ, ദാ നമ്മൾ ഒരുമിച്ച് ഈ വലിയ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെ ദാ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ശുശ്രൂഷയിൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ കരങ്ങളൊക്കെ കൂപ്പി ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ദാ ഈ ശുശ്രൂഷയിലിടനീളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം അത്ഭുതകരമായ ശക്തി എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വ്യാപരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒരു പുതിയ പന്തക്കുസ്ത, ഒരു പുതിയ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയപ്പെടണമേ. ആത്മാവേ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചെന്നൊക്കെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ആമേൻ, ആമേൻ. കൈകൾ അടിച്ച് മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ആത്മാവേ, ആത്മമരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. ആത്മമരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയകണേ. ദൈവത്തിന്റെ ശക്തി, വചനത്തിന്റെ അഭിഷേകം എല്ലാവരിലും നിറയപ്പെടാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിശക്തമായ കൃപ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരിലും ചൊരിയട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ദൈവരാജ്യത്തിന്റെ വചനം പ്രസംഗിച്ചു. ദാ ഈ ശുശ്രൂഷ സമയം വചനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത്, നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനം എഴുതി നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് ദാ ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന അതിശക്തമായ ഒരു ദൈവവചനം, യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 18 and 19. ഈ വചനം ആദ്യമായിട്ടൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത്, പല തവണ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ദാ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ വചനം നമ്മളോട് വ്യക്തിപരമായി അതിശക്തമായി സംസാരിക്കും. അപ്പോൾ നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ഉം 19-ഉം. 18-ാം വചനം ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. 19-ാം വചനം: ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആത്മീയ കാര്യം, അതാണ് ഇന്ന് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ഈ വചനത്തിൻ്റെ ആത്മീയ ശക്തി സ്വീകരിക്കാം.
എന്താണ് വചനം പഠിപ്പിക്കുന്നത്? 18-ാം തിരുവചനം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകര ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം തിരുവചനം. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർത്തുകൊണ്ടിരിക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് യാതൊരു മെച്ചവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. പക്ഷെ നമ്മുടെ സ്വഭാവം എന്തുവാ? കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ സഹോദര സഹോദരി, നീ കഴിഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മകളുടെ തടവറയിലാണ് നീ കിടക്കുന്നതെങ്കിൽ ഇത് നിനക്ക് ആ തടവറയിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു സമയമാണ്. അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണ്ട, അത് പരിഗണിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. പറ്റുമെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. നീ ഇനി കഴിഞ്ഞ കാര്യങ്ങളിൽ ചുരുണ്ടുകൂടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു ആത്മീയ വളർച്ചയ്ക്ക് നമുക്കൊരവസരമില്ലാണ്ടായി പോകും. ഞാനൊരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒരു 25 വയസ്സോളം എത്തി. ഞാനിവനെ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിലോ ധ്യാനകേന്ദ്രത്തിലോ ഒന്നല്ല, വേറൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ദേവാലയത്തിനടുത്ത് തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വീട്. ഇവനെ ഞാൻ കാണുമ്പോൾ ഇവൻ വളരെ അസ്വസ്ഥനാണ്. 25 വയസ്സോളം പ്രായമുണ്ട്. ഇവൻ അവിടെ ഒരു വൈദികരെ കുറേ പേരെ കണ്ടപ്പോൾ ഇവൻ വൈദികരെ കുറിച്ച് ചീത്ത പറയാൻ തുടങ്ങി. ഭയങ്കരമായ ചീത്ത പറയാൻ തുടങ്ങി. നിങ്ങൾ ഈ വെള്ള വസ്ത്രം ധരിച്ചവരാണ്, നിങ്ങളുടെ ഉള്ളിൽ കൊടും വിഷമാണ്, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ഈ അഭിനയിക്കുകയാണ്, കുറേ ചീത്ത പറയാൻ തുടങ്ങി. അവൻ ഈ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇവൻ മാറി നിൽക്കുമ്പോൾ ഞാൻ ഇവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവനോട് ചോദിച്ചു, എടാ നീ എന്തിനാ ഇങ്ങനെ അച്ഛന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവൻ എൻ്റെ നേരെ തിരിഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛനല്ലേ, നിങ്ങൾ ശരിയല്ല. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ അറിയാവോ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളൊരു വൈദികനായതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയല്ല. അതാണ് അവൻ്റെ പറച്ചിൽ. അപ്പം എന്തു മനസ്സിലാക്കണം? ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണം, അവൻ്റെ ഉള്ളിൽ എന്തോ വലിയ ഭാരം, എന്തോ വലിയൊരു മുറിവ് അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അവന് വേണ്ടി ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ അതേ അന്തരീക്ഷത്തിൽ തന്നെ ഞാൻ വീണ്ടും ഇവനെ കണ്ടു. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്രോഗ്രാമിലാണ്. അപ്പം ഇവനെ വീണ്ടും ഞാൻ കണ്ടു. ഇവനെ കണ്ടപ്പോൾ ഇവൻ എൻ്റെ അടുക്കലോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് അന്ന് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന്? അച്ഛാ, എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാണ്. എനിക്കിപ്പോൾ 25 വയസ്സോളം എത്തുന്നു. എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ പള്ളി പോവാറില്ല, പ്രാർത്ഥിക്കാറില്ല. എൻ്റെ കുടുംബത്തിൽ എന്നെ ഒരു ധൂർത്തപുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്കൊരു വളർച്ചയുണ്ടായിട്ടില്ല. ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഇതിനെല്ലാത്തിനും കാരണം, ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇതിനെല്ലാത്തിനും കാരണം ഒരു വൈദികനാണ്. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഇവരുടെ ഇടവക പള്ളിയിൽ അൾത്താര ശുശ്രൂഷികളുടെ നേതാവായിരുന്നു, ലീഡറായിരുന്നു, ഓൾട്ടർ ബോയ്സ്. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ല മിടുക്കനായിട്ട് ശുശ്രൂഷികളുടെയൊക്കെ നേതാവായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ വികാരിയച്ഛൻ, പുതിയതായിട്ട് സ്ഥലം മാറി വന്ന വികാരിയച്ഛൻ ഇച്ചിരി ദേഷ്യക്കാരനാണ്. ഈ ദേഷ്യക്കാരനായ വികാരിയച്ഛൻ ഇവനെ ഞായറാഴ്ച പരിശുദ്ധ ബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ പബ്ലിക്കായി ഇവനെ മുട്ടുകുത്തി നിർത്തിച്ചു. എന്നിട്ട് ഇവനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആ വൈദികൻ്റെ ഭാഷ, സംസാരം വന്നു.
ഇവൻ പറയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ആ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അൾത്താരയിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇനിമേലിൽ ഞാൻ ഈ പള്ളിയിലേക്കില്ല, ഇനിമേലിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഇനിമേലിൽ കത്തോലിക്ക സഭയോടും വിശ്വാസകാര്യങ്ങളോടും വൈദികരോടും എനിക്കൊരു ബന്ധമില്ല. ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന കാത്തലിക് സ്കൂളാണ്. ഇവൻ പഠനം നിർത്തി. പലരും ഇവനെ ഉപദേശിച്ചു. ഇവൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവനിപ്പോൾ 25ഓളം വയസ്സായി. ഇവൻ എന്നോട് ഇവൻ്റെ ദുഃഖകഥ മുഴുവൻ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, അച്ഛൻ പറ, ഇതിനെല്ലാത്തിനും കാരണം, ഞാൻ ഇന്ന് ഇങ്ങനെ സഹിക്കാൻ കാരണം ആ വൈദികനല്ലേ. അപ്പോൾ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഇടവക സ്ഥലമൊക്കെ മനസ്സിലാക്കി ഞാൻ ആ വൈദികനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ അറിഞ്ഞോന്നറിഞ്ഞുകൂടാ, ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ഈ വൈദികൻ മരിച്ചുപോയി. നീ അറിഞ്ഞോ ഇത് വല്ലതും? അപ്പം അവനിതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ 25 വയസ്സുള്ള ഇവൻ ഇരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വൈദികൻ കാരണമാണ് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവൻ സ്വയം ശിക്ഷിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് ജീവിതം മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം തിരുവചനം പഠിച്ചില്ലേ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ അരുത്. അങ്ങനെ തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ? ഒട്ടുമുക്കാലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും മാത്രം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഈ കാര്യം ഞാൻ ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുക. ഓരോരുത്തരും എഴുന്നേറ്റെന്ന് പറഞ്ഞത് അവരുടെ ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പൻ മരിച്ചുപോയ സംഭവം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു പരീക്ഷ വിജയിക്കുമെന്ന് കരുതി പക്ഷെ തോറ്റുപോയി. ഇങ്ങനെ തുടങ്ങി പറഞ്ഞതെല്ലാം ദുഃഖകരമായ കാര്യങ്ങൾ. എന്നാൽ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടാണോ? അല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. ഈ ദുഃഖകരമായ കൈപ്പേറിയ അനുഭവങ്ങൾ തലയ്ക്കകത്തിരുന്ന് നമ്മളെ ഇങ്ങനെ വട്ടമിടും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല സംഭവങ്ങളിൽ കുടുങ്ങിക്കിടന്ന് നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം, വളരെ സുന്ദരമായൊരു വചനം. വെളിപാട് പുസ്തകം യോഹന്നാൻ ശ്ലീഹ നമുക്ക് സമ്മാനിക്കുകയാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. പാസ്റ്റ് ഈസ് പാസ്റ്റ്. 21-ാം അധ്യായം 4-ാം തിരുവചനം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മെച്ചവുമില്ല. പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ പോകുന്നവരായിരിക്കും നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ പറയുന്നത് എന്തുവാ? പഴയ കാര്യങ്ങൾ അല്ലേ? എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ, ദൈവമേ ഇനി ഞാൻ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ശുശ്രൂഷ നടത്തിയല്ല എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച ഒരു സംഭവം ഉണ്ടായി. അതെന്നാന്നറിയോ? ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ്. അവിടെ ആയിരിക്കുമ്പോൾ ഒരു സഹോദരി, മലയാളിയാണ്, കൗൺസിലിങ്ങിന് വന്നു. കൗൺസിലിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്, സങ്കടം, ഭാരം, അതൊക്കെ ഒരു വശത്ത്. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതി, 10 മിനിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സഹോദരി എനിക്ക് ഒരു ക്ലാസ് ഉള്ളതാണ്. ഇല്ല അച്ഛാ, 10 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഇരുന്ന് ആരംഭിച്ചു. 1996 കഥയാണ് തുടങ്ങിയത്. ജനുവരി 26 അവർ കല്യാണം കഴിച്ച ചരിത്രം തുടങ്ങി. 26-ാം തീയതിയിലെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ 15 മിനിറ്റായി.
പിന്നെ 27-ാം തീയതി, പിന്നെ 28-ാം തീയതി. ഞാൻ ആ സഹോദരൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ദൈവമേ ഇതെല്ലാം എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു? 1996 ജനുവരി 26 കല്യാണം കഴിച്ച ദിവസം അന്നുണ്ടായ കാര്യങ്ങൾ. അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞത്, ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നാത്തൂൻ ഇങ്ങനെ പറഞ്ഞത്, കല്യാണത്തിൻ്റെ അന്നത്തെ കാര്യം. ദൈവമേ ഇതെല്ലാം കൂടെ എവിടെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു? എല്ലാം തലയ്ക്കകത്തിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞുകൂടാ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. പക്ഷേ ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. ഞാൻ കുറച്ചും കൂടെ പിടിച്ചു നിന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ചേച്ചി 2001 എന്ത് സംഭവിച്ചു? അപ്പോൾ ഉടനെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു നല്ല കൗൺസിലർ ആണെങ്കിൽ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് കേൾക്കണം, ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കരുത്. ഞാനിവിടെ 1998 കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ 2001 കഥ പറഞ്ഞ് എൻ്റെ ഫ്ലോ പോകത്തില്ലേ? അച്ഛൻ അങ്ങനെ സംസാരിക്കരുത്. ഇനിയിപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ മേല. ആ സഹോദരി 4 മണിക്കൂർ 4 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പരിവായി. ഞാനിതിനെ ഈ ചേച്ചിയെ നോക്കിയിരിക്കുക. 4 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞു, ഒരു പ്രകാരത്തിലെത്തിച്ചു. എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട. ഞാനല്ലേ ആ സഹോദരിയോട് പറയേണ്ടത് ചേച്ചി വിഷമിക്കേണ്ടെന്ന്? ആ ചേച്ചി എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വന്നിരിക്കുക. ആ ചേച്ചി എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, അടുത്ത മാസം ഞാൻ പുതിയ കഥകളുമായിട്ട് വരാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഇതൊന്നും താങ്ങാൻ എനിക്ക് ശേഷിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ, കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കൊണ്ടു നടന്നാൽ സമാധാനം കിട്ടുമോ? അബ്രാഹത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഉൽപ്പത്തി പുസ്തകം ഒരു കാര്യം പഠിപ്പിക്കും. അബ്രാഹം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ കാര്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അബ്രാഹം നിരാശപ്പെട്ടിരിക്കുന്ന ഒരു രംഗമുണ്ട്. 12-ാം അധ്യായത്തിലാണ്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രാഹത്തോട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നിരാശയും ദുഃഖവും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, മനോഹരമായിട്ടുള്ളൊരു ദൈവവചനം അവിടെ വായിക്കാം. 15-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. നമ്മുടെ അബ്രാഹം നിരാശപ്പെട്ട് ആ കൂടാരത്തിൻ്റെ അകത്തിരിക്കുക, ഓർമ്മകളിൽ കിടക്കുക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹമേ, നീ കൂടാരത്തിൻ്റെ പുറത്തേക്ക് വാ. നിനക്ക് രക്ഷപ്പെടണമോ? നീ കൂടാരത്തിൻ്റെ പുറത്തേക്ക് വാ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ആകാശം നിനക്ക് കാണണമോ? എങ്കിൽ നിന്റെ ഓർമ്മകളുടെ തടവറയിൽ നിന്നും നീ പുറത്തേക്ക് വാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കുവാണോ? പുറത്തേക്ക് വാ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ഉം 19-ഉം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഒരു പുതിയ കാര്യം ദൈവം ചെയ്യുന്നു. ആരാധന സമയം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് ഈ ആരാധനയിൽ മുട്ടുകുത്തി നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു. പഴയതെല്ലാം കടന്നുപോയി. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയിൽ എന്നെയും നിന്നെയും അനുഗ്രഹിക്കുവാനും സ്നേഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി യേശുവിൻ്റെ സാന്നിധ്യം. നീ ആയിരിക്കുന്നിടങ്ങളിൽ ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം യെശയ്യാ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ? 43-ാം അധ്യായം 18-ഉം 19-ഉം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ അരുത്. ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓർമ്മകൾ നിന്ന് നീ പുറത്തു വരുന്ന നിമിഷം മുതൽ ദൈവം നിന്നെ വിശുദ്ധീകരിക്കും.
നിന്നിൽ കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യും. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിലൊന്ന് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ ചില അനുഭവങ്ങൾ മറക്കാൻ പറ്റുന്നില്ല. അത് ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ തികട്ടി വരുന്നു. ചില പാപ വഴികളാവാം, ചില മുറിവുകളാണ്, അത് ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. യേശുവിനോട് പറ, ഈശോയെ, ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയം എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ, എനിക്ക് ശക്തിയും ബലവും നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സമർപ്പിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. എന്തെല്ലാം സംഭവിച്ചതാണെങ്കിലും നമുക്കൊരിക്കലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റില്ല. എന്നാൽ യേശുവിന് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് പോകാൻ പറ്റും. ഹെബ്രായ ലേഖനം 13:8, ഇന്നലെയും ഇന്നും നാളെയും അവൻ ഒരുവൻ തന്നെയാണ്. യേശു ഇതാ നിന്നിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. ആ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഇതാ ഒരു പുതിയ അഭിഷേകം നിനക്ക് നൽകുകയാണ്. സംതിങ് ന്യൂ. നിന്നെ കർത്താവ് റീബിൽഡ് ചെയ്യുകയാണ്, വീണ്ടും പുനരുദ്ധരിക്കുകയാണ്. സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടിക്കേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി എന്നിൽ നിറയണമേ. ആഗ്രഹിക്കണം. സാധിക്കുമെങ്കിൽ കയ്യെ കടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കണം. ആമേൻ. എല്ലാവരും പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. പുതിയൊരു ശക്തിയിലുണരാ, ആമേൻ. കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടിക്കേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിൽ പുതിയൊരു ശക്തിയിലുണരൂ, കൃപ നീ ചൊരിയണം. കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. പരിശുദ്ധാത്മാവേ, എന്നിൽ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, എന്നിൽ 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 നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിനക്ക് വിടുതൽ കിട്ടട്ടെ. ഓർമ്മകളുടെ കെട്ടുകൾ നിനക്ക് സൗഖ്യം കിട്ടട്ടെ. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ലഭിക്കപ്പെടാതെ പോയ സ്നേഹം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, നിന്നിൽ ഉളവാക്കിയിട്ടുള്ള ദുഃഖങ്ങളും വേദനകളും യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ശക്തി നിന്നിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയം തന്നെ ഇത് നിന്നിൽ സംഭവിക്കട്ടെ. നീ ആയിരിക്കുന്നിടങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യേശു നിന്നെ തൊടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 15:5 നീ ആയിരിക്കുന്ന ഈ ഓർമ്മകളുടെ കൂടാരത്തിന്റെ തടവറയിൽ നീ പുറത്തേക്ക് വരിക. നിനക്ക് വേണ്ടി ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഇതാ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ആഗ്രഹിക്കണ്ടേ? അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോട് പറയണം, ഈശോയെ, എൻ്റെ ജീവിതത്തെ അങ്ങ് പുതുക്കി പണിയണമേ. ഓർമ്മകളുടെ തടവറയിൽ നിന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമേ. ആ വലിയ ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് അഭിഷേകത്തിൽ നമുക്ക് ജ്വലിക്കാം. ആരാധന 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 ആരാധന